ഇവളൻ കളിത്തോഴി ഓ അഴകാം കളിത്തോഴി. ഇതെന്താണെന്നറിയാമോ? നിങ്ങൾ വിചാരിക്കണ്ടോ വെജിറ്റബിൾ കട്ട് ചെയ്യാനോ, സവാള, ഇഞ്ചി, ഇത് എല്ലാം ചോപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും മിക്സ് ചെയ്യാനൊക്കെ എത്ര വേഗം കഴിയണേന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന എൻ്റെ ഹെൽപ്പർ. കുറേ കാലമായിട്ട് ഇത് ഇറങ്ങിയ അവസരത്തിൽ എൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് എൻ്റെ എല്ലാമായിട്ട് ഞാൻ എന്നോടൊപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിൽ ഇങ്ങനെയാണ് ഞാൻ വേഗം സവാള അരിഞ്ഞെടുക്കണമെന്ന് നോക്കാം. സവാള വേണമെങ്കിൽ എത്ര വേണം, ഇതാ സെക്കൻഡ് കൊണ്ട് കണ്ടോ. ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഹെൽപ്പർ. ഇപ്പോൾ കാബേജ് തോരൻ ഇപ്പോൾ വെക്കണം. അപ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിയാനൊന്നും സമയമില്ല. അപ്പോൾ ഇതിൽ മാവ് അരയ്ക്കാം, കുഴയ്ക്കാം, തൈര് കലക്കാം. കണ്ടോ, ഇതാ സവാള എത്ര വേഗം. ഇപ്പോൾ ബിരിയാണിക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഇത് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ന് ഫ്രൈഡ് റൈസിന്. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഇഷ്ടമായോ? ഇവനെ ഒരെണ്ണം വാങ്ങി വെച്ചോളൂ എല്ലാവരും. പണി എളുപ്പം. വേറെ പണിക്കാരുടെ ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. എടുക്കുമ്പോൾ കിട്ടുന്ന കണ്ണൊക്കെ നേടും. നല്ല സവാളയ്ക്ക് നല്ല നീറ്റിലുണ്ട്. ഓക്കെ, ഉണ്ണി കുറുമ്പി, ഇതേ കുറുമ്പി വന്നു. സവാളയൊക്കെ അരിഞ്ഞേക്കും കുറുമ്പി വെച്ചു. ഇത് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ കാബേജ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കാബേജ്, പിന്നെ കാബേജിൻ്റെ ഒപ്പം എന്താ, ഒരു കഷ്ണം പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം ഇട്ടാൽ മാറ്റി വയ്ക്കാം. കണ്ണേരി അല്ല, സവാളയ്ക്ക് നല്ല എരിയുണ്ട്. അപ്പം ഇത് ലോക്ക് ഇടാൻ ശ്രമിക്കണം. ഇവളെ സെക്കൻഡ് കൊണ്ട് കാബേജ് എത്ര ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, നല്ലതല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗുമായി വരാം. ഞാൻ കാബേജ് തോരൻ ഉണ്ടാക്കട്ടെ, ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയം. അപ്പോൾ എല്ലാവർക്കും ബൈ.